ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? കുട്ടീസ് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്താ സ്നാക്ക് റെഡിയാക്കാന്നുള്ള ആലോചനയാണോ? രാവിലെ വെച്ച ചോറ് ബാക്കിയുണ്ടോ? എന്നാ ആ ചോറ് എടുത്തോളൂ. എന്നാ അടിപൊളി റെസിപ്പി നമുക്ക് റെഡിയാക്കി കൊടുക്കാം. 1 കപ്പ് ചോറ് എടുത്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വറുത്ത റവ, ഈ മിക്സിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര്. വെള്ളം ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. വരാണ്ട് അരയ്ക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെ അരച്ചോളൂ. അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചേക്കണത്. നമ്മൾ ചേർത്തത് കട്ട തൈരല്ല, കുറേശ്ശെ വെള്ളമുള്ള തൈരാണ്. അത് കാരണമാണ് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്താൽ മതി എന്ന് പറഞ്ഞു. ഈ മിക്സ് മാറ്റി വെക്കുന്നുണ്ട്. 2-3 സാധനം നമുക്ക് ചതച്ചെടുക്കണം. 1 പച്ചമുളക്, കുറച്ച് വേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി. ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത മിക്സ് നമ്മൾ അരച്ചെടുത്ത ബാറ്ററിലേക്ക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉപ്പ് വേണോ നോക്കിക്കോളൂ. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാറ്റർ ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രം എടുത്ത് അതിൽ ഇല വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്തോളൂ. നമുക്ക് 15 മിനിറ്റ് ആവി കയറ്റി എടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 15 മിനിറ്റ് കഴിഞ്ഞു ഇട്ടാൽ വെന്തുണ്ടോ നോക്കാം. വെന്തിട്ടുണ്ട് ഇട്ടാൽ ഇതൊന്ന് തണുക്കട്ടെ. അതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് വിരിയിക്കാം. വക്കൊക്കെ ഒന്ന് വിരിയിച്ചതിൻ്റെ ശേഷം എടുത്താൽ മതിയേ. സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യാം. 4 പീസാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത്. ഇതിൻ്റെ സൈഡിലൊക്കെ കട്ട് ചെയ്തതും ഞാൻ ചെറിയ പീസാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലേക്ക് 1 ടീസ്പൂണിൽ കുറവ് എണ്ണ മതി. എണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്ന് എണ്ണയിൽ സ്പ്രെഡ് ചെയ്യാം. നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഓരോ പീസ് എണ്ണയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഈ എണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2 ഭാഗം നമുക്ക് ഒന്ന് മൊരിപ്പിച്ചെടുത്താൽ മതി. ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഇഡ്ഡലിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇഡ്ഡലിപ്പൊടി ചേർക്കുമ്പോൾ. ഒരു ഭാഗം ആയതും മറിച്ചിട്ടിട്ട് ആ അടുത്ത ഭാഗം ഇതുപോലെ ഇഡ്ഡലിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് മറിച്ചിട്ടിട്ട് അപ്പുറം ഭാഗം ഇഡ്ഡലിപ്പൊടി കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് മൊരിച്ചെടുത്താൽ മതിയിട്ട. അപ്പോൾ റെഡി ആയിട്ടിട്ട നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റണ ഒരു സ്നാക്കാണ്. കുട്ടീസ് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും തീർച്ചയായിട്ടും റെഡിയാക്കി കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. See you. Bye.